അങ്ങയുടെ തിരുഹിതത്തിനും മഹത്വത്തിനും ഉതകും വിധം എനിക്ക് നൽകണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ആമീൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധമേ, തമ്പുരാന്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമേ. സഹായവും നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ദേവദാസന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും ലഭിക്കുവാൻ ദേവദാസനായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയെ ആരാധിച്ച് ഈശോയുടെ സൗഖ്യവും ഈശോയുടെ അനുഗ്രഹവും നമുക്ക് സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങാം. കവാടം തുറക്കും ശത്രുവിന്നണികൾ തകർക്കാം. ശക്തിയും തുണയും തരണം. ദൈവത്തിനും സ്തോത്രമുണ്ടായിരണം. സ്വർഗ്ഗത്തിലങ്ങീവണം ഞങ്ങൾക്ക് കൃപ നൽകിടണം. നമ്മെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് വൃഥാ ഉപയോഗിക്കരുത്. ഇസ്രായേൽ ജനത്തോട് ദൈവത്തിന് അവർ ദൈവത്തെ ആരാധിച്ചു. അവരുടെ കൂടെ നടന്ന ഒരു ദൈവമുണ്ട്. അവർ അനുഭവത്തിലൂടെ തിരിച്ചത് ദൈവത്തെ മറന്നു പോയപ്പോഴൊക്കെ അവർ നേരിടുന്ന പ്രതിസന്ധികളിൽ അവർ ദൈവത്തെ വിളിച്ചപ്പോൾ ആ ദൈവം കരുണയോടെ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നു. അവിടെ തനിക്ക് സ്വന്തമായി ഒരു ജനതയെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് അബ്രഹാമിലൂടെ ഒരു പുതിയ ജനതയിൽ ദൈവം തന്നെ രൂപപ്പെടുത്തി. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ ഞാൻ നിങ്ങളുടെ ദൈവമായി നിങ്ങളുടെ കൂടെ ഉണ്ടാകും. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായത് മോശ വഴി ഉടമ്പടി സ്ഥാപിച്ചു. ദൈവം അവർക്ക് 10 കൽപ്പനകൾ നൽകി. ആ കൽപ്പനകൾ അവർ അംഗീകരിച്ചുകൊണ്ട് അവരെ ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ ആരാധിക്കുവാനും തയ്യാറായി. ആ ആരാധനയും ആ ദൈവാശ്രയവും അവർ അനുഭവത്തിലൂടെ കണ്ടു. എന്നാൽ വീണ്ടും അവർ ദൈവത്തെ തള്ളിപ്പറഞ്ഞപ്പോഴൊക്കെ ശത്രു രാജ്യങ്ങളിൽ അവർ അസ്വസ്ഥതപ്പെടുന്നത്, ആ ശത്രു രാജ്യങ്ങളെ നേരിടേണ്ടി വരുന്നത് ദൈവം വീണ്ടും തന്റെ ജനം തന്നിലേക്ക് തിരിഞ്ഞ് തന്നോട് നിലവിളിച്ചപ്പോൾ ദൈവം അവരുടെ സഹായത്തിനെത്തുന്നതും അവൾ പഴയ ദൈവചരിത്രത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നുണ്ട്. ആ ദൈവം തന്നെ പറയുകയാണ്, ഞാൻ ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല. ഇസ്രായേലിനെ ഞാൻ നിന്നെ കൈവിടുമോ? ഒരിക്കലുമില്ല. നീ എന്റെ ഹൃദയത്തിന് എന്റെ സ്നേഹത്തിന് നീ മാതൃഭവിച്ചവനാണ്. അതെ, അബ്രഹാമിലൂടെയും ഇസഹാക്കിലൂടെയും
പിതാവേ എന്ന് വിളിക്കുവാൻ കർത്താവായ യേശു നമ്മളെ പഠിപ്പിച്ചു. ആ ദൈവമാണ് സകലത്തിന്റെ ദൈവമെന്ന് യേശു തന്റെ പരസ്യ ജീവിതത്തിൽ വെളിപ്പെടുത്തി. നമുക്ക് ആ സത്യ ദൈവത്തെ, പിതാവായ ദൈവത്തെ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ദുരിതങ്ങൾ, രോഗങ്ങൾ, ഭാരങ്ങൾ, വേദനകളെല്ലാം ആരാധനയാക്കി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയവും സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ ഈ ദൈവമേ, നീ എന്നെ സൃഷ്ടിച്ച ദൈവം, എന്നെ കുറിച്ച് നിനക്ക് വർദ്ധമായ പദ്ധതിയുണ്ട്. നിനക്ക് അസാധ്യമായ ഒന്നുമില്ല. ഞാനിത് എന്തായിരിക്കുന്നതോ ഒരു വിഷയത്തിന്റെ സമയത്ത് നീ കാണുന്ന ദൈവമാണ്. നീ ഇസ്രായേലിന്റെ കൂടെ നടന്ന ദൈവമാണ്. പകലെ സംഭവമായി നീ അവരോടൊപ്പം അതേ ദൈവം, ശക്തിയുള്ള ദൈവം, പ്രപഞ്ചത്തിന്റെ അധികാരമുള്ള ദൈവം നീ മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ വേദനകളും ഭാരങ്ങളും നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനും എൻ്റെ സർവ്വസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനും എൻ്റെ സർവ്വസ്വവും മുൻപിലണച്ച് ദൈവത്തിന്റെ സമാധാനം നിലനിർത്തുന്ന ഒരു കാര്യമായി പരിഗണിക്കാതെ സ്വയം ശുദ്ധിയനായി ഈ ഭൂമിയിൽ ദൈവം തന്നെ മനുഷ്യനായി കടന്നു വന്ന ദൂതനായ ദൈവം അവിടുന്ന് നമ്മുടെ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തി. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. പഴയ നിയമത്തില് ഇസ്രായേൽ ജനത്തിന്റെ കൂടെ നടന്ന അതേ ദൈവം മനുഷ്യർക്ക് കാണാൻ തക്കവണ്ണം, മനുഷ്യർക്ക് തൊടാൻ തക്കവണ്ണം അവന്റെ കണ്ണുകൾ
ഫിലിപ്പിയർലേഖനം 4-ാം അധ്യായം 6 ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെയും നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും, അതെ, കൃതജ്ഞതയോടെ സ്തോത്രങ്ങളോടെ ആരാധിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയമങ്ങളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കണമെന്നാണ് വചനം പറയുന്നത്. പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തെ ആരാധിച്ചാൽ ആ ആരാധനയുടെ ശക്തിയിൽ പിശാചിന്റെ കോട്ടകൾ തടയും. ഇതാണ് വലിയ ആരാധ്യം. നമ്മൾ കാണുന്നത് യോശുവയുടെ നേതൃത്വത്തിൽ അവരുടെ യാത്രയ്ക്ക് പ്രതികൂലമായി നിന്ന വലിയൊരു പ്രതിസന്ധിയാണ് ജെറിക്കോ കോട്ട. ആ ജെറിക്കോ കോട്ട കടന്നാലേ അവർക്ക് നേരെ അവർക്ക് തിരിച്ച് ദൈവം വാഗ്ദാനം ചെയ്ത ആ വാഗ്ദാന നാട്ടിലേക്ക് മുന്നോട്ട് യാത്ര ചെയ്യാനായി പറ്റുകയുള്ളൂ. അവർക്ക് പരിമിതമായ ജെറിക്കോ കോട്ട തകർക്കുവാൻ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ വാഗ്ദാന വേടവും എടുത്ത് ആ ജെറിക്കോ കോട്ടയ്ക്ക് ചുറ്റും നിങ്ങൾ ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വലം വയ്ക്കണം. അങ്ങനെ 7-ാമത്തെ ദിവസം അവർ 7 പ്രാവശ്യം ആ കോട്ടയെ ചുറ്റും വലം വെച്ച് തുടങ്ങി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ആ കോട്ടകളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി. നമ്മുടെയൊക്കെ ജീവിതത്തിലും പിശാച് പല കോട്ടകൾ കെട്ടിവെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള പ്രതിസന്ധികൾ, കോട്ടകൾ, അസ്വസ്ഥതകൾ, നമ്മുടെ സന്തോഷവും സമാധാനം തകർക്കുന്ന ബന്ധനങ്ങളായിട്ടുള്ള
ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ, ആരാധിച്ചിടാം താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ.
പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദേവദാസൻ തിരുവനന്തപുരത്തിന്റെ മാസാദി തിങ്കളാഴ്ചകളിൽ കടന്നു വരുന്ന യോഗ്യജ്ഞാനം അടുത്ത മാസമുണ്ട്. അതിനായി പ്രാർത്ഥിച്ചു വരുക. ബിജു ഡാനിയൽ ബ്രദറാണ്. ശാലോം ശുശ്രൂഷകളിൽ വർഷങ്ങളായി സേവനം ചെയ്തുകൊണ്ടിരുന്ന ബ്രദറാണ്. നമുക്ക് അടുത്ത മാസം ജൂലൈ മാസത്തിലെ യോഗ്യജ്ഞാനത്തിന് വരുന്നത് അദ്ദേഹം പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി നേർച്ച കഞ്ഞി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹം പ്രാർത്ഥിച്ച് സ്വീകരിക്കുക. അതിലൂടെ നമ്മുടെ ശാരീരിക രോഗങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. നമ്മുടെ നിയമങ്ങളും പ്രാർത്ഥനകളിലൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കുകയും ചെയ്യുക. ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് നമ്മുടെ തിയോഫിൽ സ്മൃതി പത്രം എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ഈ തിയോഫിൽ സ്മൃതി പത്രം എന്ന യൂട്യൂബിൽ ചാനലിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പൊന്നുരുന്നിയിൽ പൊന്നീശോയുടെ അരുമയായ തിയോഫിനച്ച പൊന്നുരുന്നിയിൽ പൊന്നീശോയുടെ അരുമയായ തിയോഫിനച്ച കഠിനതപം ചെയ്ത് കരുണ നേടി നീ കാരുണ്യവാനുടെ ദാസനായി. കഠിനതപം ചെയ്ത് കരുണ നേടി നീ കാരുണ്യവാനുടെ ദാസനായി. നിന്നിലൂടെ വന്നു ചേരും നന്മകൾക്കെല്ലാം നന്ദി ചൊല്ലി നാഥനെ ഞങ്ങൾ വാഴ്ത്തിടുന്നു. നിന്നിലൂടെ വന്നു ചേരും നന്മകൾക്കെല്ലാം നന്ദി ചൊല്ലി നാഥനെ ഞങ്ങൾ വാഴ്ത്തിടുന്നു. പൊന്നുരുന്നിയിൽ പൊന്നീശോയുടെ അരുമയായ തിയോഫിനച്ച പാദം പതിഞ്ഞൊരി മണ്ണിൽ വന്നിടും മക്കൾക്കായി പ്രാർത്ഥിക്കണേ. നിന്നുടെ പാദം പതിഞ്ഞൊരി മണ്ണിൽ വന്നിടും മക്കൾക്കായി പ്രാർത്ഥിക്കണേ. നിൻ സ്നേഹകരങ്ങൾ നീട്ടിയെന്നും നിൻ സ്നേഹകരങ്ങൾ നീട്ടിയെന്നും ഞങ്ങൾ തന്നർത്ഥനകൾ സ്വീകരിക്കൂ. ഞങ്ങൾ തന്നർത്ഥനകൾ സ്വീകരിക്കൂ. നിന്നിലൂടെ വന്നു ചേരും നന്മകൾക്കെല്ലാം നന്ദി ചൊല്ലി നാഥനെ ഞങ്ങൾ വാഴ്ത്തിടുന്നു. നിന്നിലൂടെ വന്നു
ഈശോയുടെ അരുമയായ തിയോഫിനച്ച, നിന്നാത്മവചസുകൾ കേട്ടൊരീ ചുവരുകൾ ചൊല്ലുന്നു നീ ചെയ്ത നന്മകളെല്ലാം. നിന്നാത്മവചസുകൾ കേട്ടൊരീ ചുവരുകൾ ചൊല്ലുന്നു നീ ചെയ്ത നന്മകളെല്ലാം. നീ നടന്ന വഴികളിന്ന് തേടുന്നു ഞങ്ങൾ, നീ നടന്ന വഴികളിന്ന് തേടുന്നു ഞങ്ങൾ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ തിയോഫിനച്ച, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ തിയോഫിനച്ച. പൊന്നുരുന്നിയിൽ പൊന്നീശോയുടെ അരുമയായ തിയോഫിനച്ച, കഠിനതപം ചെയ്ത് കരുണ നേടി നീ കാരുണ്യവാനുടെ ദാസനായി. കഠിനതപം ചെയ്ത് കരുണ നേടി നീ കാരുണ്യവാനുടെ ദാസനായി. നിന്നിലൂടെ വന്നു ചേരും നന്മകൾക്കെല്ലാം നന്ദി ചൊല്ലി നാഥനെ ഞങ്ങൾ വാഴ്ത്തിടുന്നു. നിന്നിലൂടെ വന്നു ചേരും നന്മകൾക്കെല്ലാം നന്ദി ചൊല്ലി നാഥനെ ഞങ്ങൾ